ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ക്രിറ്റിക്കൽ ടെക്കിൻ്റെ മല്ലു മാർക്കറ്റ് പ്രൊഫൈൽ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നലെ രാത്രി നമ്മൾ ട്രംപ് ആർക്കെതിരെ, ഇന്ത്യക്കെതിരെയും ചൈനയ്ക്കെതിരെ, വിയറ്റ്നാമിനെതിരെ എല്ലാവർക്കും താരിഫ് കൊണ്ടുവന്നു. ഏറ്റവും കുറവ് താരിഫ് എന്താണ്? ഇന്ത്യൻ മാർക്കറ്റിലാണ് കൊണ്ടുവന്നത്. 26% ആണ് താരിഫ് കൊണ്ടുവന്നിരിക്കുന്നത്. നിങ്ങൾ നോക്കിയാൽ അറിയാൻ പറ്റും. ഇന്നലെ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ നിഫ്റ്റിയുടെ ബെയറിഷ് റെഫറൻസ് എവിടെയാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യണത് പറഞ്ഞത്. ഇന്നലെ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. 23,135 ഭാഗത്താണ് നമ്മളെ ബെയറിഷ് റെഫറൻസ് സ്റ്റാർട്ട് ചെയ്തത്. അതിന് താഴെ മാത്രമേ നമ്മൾ സെല്ലിംഗ് എടുക്കുകയുള്ളൂ എന്ന് വ്യക്തമായിട്ട് പ്ലാൻ ചെയ്താണ് പറഞ്ഞിട്ടുള്ളതായിരുന്നു. ഇന്ന് 135 ഭാഗത്തേക്ക് വന്ന് തിരിച്ച് POCയിൽ വന്ന് POCയുടെ ഭാഗത്ത് തന്നെയാണ് നിഫ്റ്റി ക്ലോസ് ചെയ്തത്. വേറെ ഒരിടത്തും പോയിട്ടില്ല. ബാങ്ക് നിഫ്റ്റി നോക്കിയാൽ ബാങ്ക് നിഫ്റ്റി എക്സാക്ട്ലി ബെയറിഷ് റെഫറൻസിൻ്റെ അവിടെ നിന്ന് തിരിച്ച് റിവേഴ്സ് ചെയ്ത് POC വന്നു. POC ബുള്ളിഷ് റെഫറൻസ് വന്നു. ബുള്ളിഷ് റെഫറൻസ് കട്ട് ചെയ്ത് നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ് നിന്നു. ബാങ്ക് നിഫ്റ്റി നല്ലൊരു ട്രേഡ് കിട്ടിയ ദിവസമായിരുന്നു. കുറച്ച് ദിവസത്തിന് ശേഷം ഇന്ന് നല്ല ട്രേഡ് കിട്ടിയായിരുന്നു. അപ്പോൾ കിടിലമായി പറയുകയാണെങ്കിൽ നമ്മുടെ ബെയറിഷ് റെഫറൻസ്, അതായത് ഷോർട്ട് പൊസിഷൻ എടുക്കുന്ന അല്ലെങ്കിൽ പുട്ട് ഓപ്ഷൻ എടുക്കുന്ന ഒരു ട്രേഡ് അല്ലെങ്കിൽ കോൾ റൈറ്റ് ചെയ്യുന്ന ഒരു ട്രേഡ് പോലും ഇന്ന് നമ്മുടെ ട്രേഡിംഗ് ഫ്ലോറിലോ അല്ലെങ്കിൽ എൻ്റെ വീഡിയോ കണ്ട് ട്രേഡ് ചെയ്ത നിങ്ങളാണെങ്കിൽ നിങ്ങൾക്ക് ആർക്കും അത് ട്രിഗർ ആയിട്ടില്ലായിരുന്നു. നമ്മൾ സത്യം പറഞ്ഞാൽ എന്താണ് റോങ് പാത്തിൽ, അതായത് തെറ്റായ വഴി കൂടെ നമ്മൾ കൃത്യമായിട്ട് പോയിട്ടില്ല. പകരം നമ്മൾ ട്രേഡ് ചെയ്തിട്ടില്ല. ദാറ്റ് ഈസ് ഓക്കെ തിങ്. ബട്ട് നമ്മൾ ഒരു പുട്ട് ഓപ്ഷൻ എടുക്കുന്നു അല്ലെങ്കിൽ സെല്ലിംഗ് പുഷ് എടുക്കുന്ന ആ ഒരു ട്രേഡ് നമുക്കൊന്നും ട്രിഗർ ആയിട്ടില്ല. നമ്മളെ സംബന്ധിച്ച് വ്യക്തമായിട്ട് ആ ബെയറിഷ് റെഫറൻസ് ഞാൻ പറഞ്ഞായിരുന്നു. ആ ബെയറിഷ് റെഫറൻസിൻ്റെ അവിടെ തന്നെയാണ് മാർക്കറ്റ് വന്ന് തിരിച്ച് റിവേഴ്സായി കയറി പോയത്. നമ്മൾ സംസാരിക്കുന്ന സമയം നിങ്ങൾ നോക്കുമ്പോൾ അറിയാൻ പറ്റും, അമേരിക്കൻ മാർക്കറ്റ് വീണ്ടും ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എന്തുവാണ്, നമ്മുടെ ഡൗ ജോൺസ് പുതിയ ലോ അടിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ മാർക്കറ്റ് ഇപ്പോൾ അമേരിക്കൻ മാർക്കറ്റ് അവസാനിച്ച ശേഷം നമ്മുടെ മാർക്കറ്റ് ഇപ്പോൾ ഏകദേശം പറയുകയാണെങ്കിൽ നിഫ്റ്റി 325 നമ്മളെ മാർക്കറ്റ് അവസാനിച്ച് ഇപ്പോൾ വീണ്ടും 70 പോയിന്റ് നമ്മുടെ മാർക്കറ്റ് ഇറങ്ങിയിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ വ്യക്തമായി പറയുകയാണെങ്കിൽ നിഫ്റ്റിയിൽ 23,300 200 ഇഷ്ടംപോലെ ഓപ്ഷൻസ്, പുട്ട് ഓപ്ഷൻ റൈറ്റ് ചെയ്യുന്നു. ആ പുട്ട് ഓപ്ഷൻസ് എല്ലാം സീറോ ആക്കിക്കൊണ്ടാണ് വ്യക്തമായിട്ട് പ്ലാൻ വന്നത്. നമ്മുടെ ലൈവ് ട്രേഡിംഗ് ഗ്രൂപ്പിലുള്ളവർക്ക് ഞാൻ വ്യക്തമായി മെസ്സേജ് അയച്ചായിരുന്നു. നമ്മൾ 23,200 290 ഇടയ്ക്കുള്ള ഭാഗത്തായിരിക്കും സ്പോട്ട് അവസാനിക്കുക എന്ന് പറഞ്ഞ് വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. നിഫ്റ്റി കൃത്യമായിട്ട് 23,250 തന്നെ സ്പോട്ട് എക്സ്പയറി ഡേ വെറും ഡൾ ഡേ ആക്കി മാറ്റിക്കൊണ്ടാണ് നമ്മുടെ മാർക്കറ്റ് ഇന്ന് അവസാനിച്ചത്. അപ്പോൾ ഇന്ന് വൈകിട്ട് നിങ്ങൾ നോക്കുമ്പോൾ അറിയാൻ പറ്റും, നമുക്ക് വേറെ ഈ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേറെ ന്യൂസുകളൊന്നും ഇല്ല അമേരിക്കൻ മാർക്കറ്റിൽ. രാത്രി വരുന്ന ഒരേ ഒരു ന്യൂസ് മാത്രമേ ഉള്ളൂ. ഇനീഷ്യൽ ജോബ്ലെസ് ക്ലെയിം ഉണ്ട് രാത്രി. അതിനുശേഷം S&Pയുടെ ഗ്ലോബൽ സർവീസസ് PMIയും ഗ്ലോബൽ കോമ്പോസിറ്റ് PMI ഉണ്ട്. പിന്നെ ISM നോൺ മാനുഫാക്ചറിങ് PMI ഉണ്ട്. ഞാൻ പറഞ്ഞ ന്യൂസ് ഇല്ലാതെ പക്ഷേ ന്യൂസ് ഉണ്ട്. ഇത്രയും ന്യൂസുകൾ ഇന്ന് രാത്രി ഉണ്ട്. അതുകൂടാതെ ഫെഡ് ഗവർണറായ ജെഫേഴ്സൺ സ്പീക്ക് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ അറ്റ്ലാന്റിക് GDP ഇന്ന് രാത്രിയുണ്ട്. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ അമേരിക്കൻ മാർക്കറ്റ് ഇപ്പോൾ ഒരു ബെയറിഷ് ട്രജക്ടറിയിലേക്ക് മാർക്കറ്റ് എൻ്റർ ആയിരിക്കുകയാണ്. പക്ഷേ നമ്മുടെ മാർക്കറ്റിന് ഒരു കുലുക്കവും ഇല്ല. ആ രീതിക്കാണ് നമ്മളെ മാർക്കറ്റ് ഇപ്പം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഒരാളാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കും കമൻറ്റും ചെയ്യുക. അതുകൂടാതെ നിങ്ങളുടെ ട്രേഡിംഗ് ഫ്രണ്ട്സിന് ഈ എൻ്റെ ചാനലിൻ്റെ വീഡിയോ നിങ്ങൾ അയച്ചു കൊടുക്കുക. പ്രയോജനപ്പെടുമെന്ന് വിചാരിച്ചുകൊണ്ട് നമുക്ക് മാർക്കറ്റ് പ്രൊഫൈൽ അനാലിസിസിലേക്ക് നമുക്ക് കടക്കാം. നിങ്ങൾ നോക്കിയാൽ അറിയാൻ പറ്റും, ഫ്രം ദ മോർണിംഗ് തൊട്ട് നിഫ്റ്റി ആയാലും ബാങ്ക് നിഫ്റ്റി ആയാലും ഒരു ഡെൽറ്റ പ്ലസ്, അതായത് ക്യുമുലേറ്റീവ് ഡെൽറ്റ പ്ലസ്സിലേക്കാണ് മോർണിംഗ് തൊട്ട് മാർക്കറ്റിലേക്ക് വന്നത്. അതായത് സെല്ലർ ഇല്ലാത്തൊരു മാർക്കറ്റായിരുന്നു പ്യുവർലി ഇന്ന് മാർക്കറ്റ് വന്നത്. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ നിഫ്റ്റിയുടെ എന്ന വീക്കിലി എക്സ്പയറിയും കൂടെ ആയതുകൊണ്ട് വീക്കിലി എക്സ്പയറി 23,250 ഭാഗത്ത് തന്നെ പിടിച്ച് നിർത്തിക്കൊണ്ടുള്ള ഒരു മാർക്കറ്റായിരുന്നു ഇന്ന് കഴിഞ്ഞു പോയത്. നമ്മൾ നോക്കുന്ന സമയത്ത് മാർക്കറ്റ് പ്രൊഫൈൽ പ്രകാരം നിങ്ങൾ നോക്കുമ്പോൾ നിഫ്റ്റി എന്ന് പറഞ്ഞാൽ പ്യുവർലി ഒരു നോർമൽ ഡേ ആണ് നിഫ്റ്റിയെ സംബന്ധിച്ച് ചെറിയൊരു സ്പൈക്ക് മുകളിലൊക്കെ ഉണ്ടെങ്കിൽ കൂടി 2 ദിവസവും മാർക്കറ്റ് നോർമൽ ഡേ ആയതുകൊണ്ട് ഇൻസൈഡ് ദ ലെവലിൽ തന്നെയാണ് സ്പോട്ട് കിടന്ന് കളിക്കുന്നുണ്ട്. ഞാൻ ഇന്നത്തെ പ്രൊഫൈലും കൂടെ ഒന്ന് ഞാൻ മെർജ് ചെയ്തു. കാരണം വേറെ ഒന്നും പറ്റില്ല, നമ്മുടെ മാർക്കറ്റ് ഒരേ റേഞ്ചിൽ തന്നെ കിടന്ന് കളിക്കുന്നുണ്ട്. POC അറിയാൻ വേണ്ടിയിട്ടും ബാക്കിയുള്ള കാര്യങ്ങൾ അറിയാൻ വേണ്ടി ഞാൻ കൃത്യമായിട്ട് ക്ലോസ് ചെയ്തിട്ടുണ്ട്. സോ 23,247 നമ്മുടെ നിഫ്റ്റിയുടെ POC ഇടുന്നത്. അപ്പോൾ ഞാൻ ആ POC ഒന്ന് മാർക്ക് ചെയ്തേക്കാം. 23,247 നമ്മുടെ നിഫ്റ്റിയുടെ 2 ദിവസത്തെ POC 23,247. അപ്പോൾ ആ 23,247 ആണ് 2 ഡേയ്സിൻ്റെ POC വരുന്നത്. അത് ഞാനൊന്ന് വ്യക്തമാണെന്ന് മാർക്ക് ചെയ്ത് വെച്ചു. നിങ്ങൾക്ക് കുറച്ചും കൂടെ ഈസി ആയിട്ട് അറിയാം. 2 ദിവസം മെർജ് ചെയ്യുമ്പോൾ ഗുണം എന്ന് പറഞ്ഞാൽ നമ്മുടെ മാർക്കറ്റ് ആ ലെവലിൽ പോകില്ലേ എന്നൊക്കെ വ്യക്തമായിട്ട് അറിയാൻ വേണ്ടി ഉപയോഗിക്കാം. എന്നെ സംബന്ധിച്ച് ബുള്ളിഷ് റെഫറൻസ് 23,315 അല്ലെങ്കിൽ 320 മുകളിൽ മാത്രമേ നമ്മുടെ ബുള്ളിഷ് റെഫറൻസ് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അതായത് 23,320 അല്ലെങ്കിൽ ഒരു കാര്യം 320 അല്ല, വ്യക്തമായി പറയുകയാണെങ്കിൽ 23,000
352 മുകളിൽ മാത്രമേ എന്നെ സംബന്ധിച്ചുള്ള ബുള്ളിഷ് റെഫറൻസ് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. 23,000 ബുള്ളിഷ് റെഫറൻസ് എന്ന് പറയുമ്പം അതിന് മുകളിൽ മാത്രമേ നമുക്ക് ബൈ എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ 23,352 ഭാഗത്താണ് നമ്മുടെ ബുള്ളിഷ് റെഫറൻസ് വരുന്നത്. നിഫ്റ്റിയെ സംബന്ധിച്ച് ബെയറിഷ് റെഫറൻസിന് ഒരു ചേഞ്ചും ഇല്ല. സ്റ്റിൽ 23,135 എന്നെ സംബന്ധിച്ചുള്ള ബെയറിഷ് റെഫറൻസ്. ഇപ്പോഴും അതിനൊരു മാറ്റമില്ല. 23,135 എന്നെ സംബന്ധിച്ചുള്ള ബെയറിഷ് റെഫറൻസ്. ആ റെഫറൻസിന് ഒരു മാറ്റവും ഇല്ല കേട്ടോ. ഇന്നലത്തെ സെയിം തന്നെ ഇപ്പോഴും വെച്ചിട്ടുണ്ട്. ബെയറിഷ് റെഫറൻസ് ആ 23,135 ഭാഗത്താണ് ബെയറിഷ് റെഫറൻസ് മാർക്കറ്റിലേക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനി നമുക്ക് നോക്കേണ്ടത് 135 താഴെ മാർക്കറ്റ് നിൽക്കുകയാണെങ്കിൽ എവിടെ വരും? 23,135 താഴെ നിൽക്കുകയാണെങ്കിൽ ഫസ്റ്റ് വരുന്നത് 23,093 എന്ന് പറഞ്ഞാൽ നമ്മുടെ പഴയ ഒരു POC ആണ്. 23,093 എന്ന് പറഞ്ഞാൽ ആ ഒരു S1 എന്ന് പറഞ്ഞാൽ 23,093 ഭാഗത്തേക്ക് മാർക്കറ്റ് വരാനും, അതിന് താഴെ S2 എന്ന് പറഞ്ഞ് ഇന്നലത്തെ സെയിം ലെവലായ 23,000 താഴെ 23,000 അതാണ് നമ്മളെ സംബന്ധിച്ചുള്ള S3. അപ്പോൾ ഇതിനപ്പുറത്തേക്ക് ഒരു മൊമെൻറ്റം ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. കാരണം മാർക്കറ്റിൽ വോളിയം ഡ്രാസ്റ്റിക് ആയിട്ട് കുറയുന്നതുകൊണ്ട് ഈ ഒരു ലെവൽ തന്നെ വ്യക്തമായിട്ടൊന്ന് മാർക്ക് ചെയ്ത് വയ്ക്കുക. ഇനി നമുക്ക് നോക്കുകയാണെങ്കിൽ 352 മുകളിൽ മാർക്കറ്റ് എവിടെ പോകുകയാണ്? അതിനിപ്പോൾ ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ 410, 23,410 ഭാഗത്തേക്ക് പോവാം. 23,061 എന്ന് പറയുമ്പം 23,410 ഭാഗത്തേക്ക് മാർക്കറ്റിലേക്ക് വരാം. അതിന് മുകളിൽ R2 എന്ന് പറയുന്നത് വ്യക്തമായി നിങ്ങൾ നോക്കി അറിയാൻ പറ്റും. 23,410 മുകളിൽ അടുത്ത വരുന്നത് 23,485, 23,485. ഇതാണ് നമ്മളെ സംബന്ധിച്ചുള്ള എന്നെ സംബന്ധിച്ചുള്ള വ്യക്തമായി മാർക്കറ്റ് പ്രൊഫൈൽ പ്രകാരമുള്ള റെസിസ്റ്റൻസ് 2. സോ ബുള്ളിഷ് റെഫറൻസ് ബെയറിഷ് റെഫറൻസ് പൊട്ടി സസ്റ്റെയിൻ ചെയ്താൽ മാത്രമേ നമ്മൾ ട്രേഡ് ഒക്കറാവുള്ളൂ. ഇല്ലെങ്കിൽ പ്യുവർലി ഒരു ഓപ്ഷൻ റൈറ്ററുടെ ഒരു മാർക്കറ്റായിട്ട് മാർക്കറ്റ് കടന്നു പോകും. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ച് അറിയാൻ പറ്റും. കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് നിഫ്റ്റിയിലെ ഓപ്ഷൻ റൈറ്റേഴ്സിൻ്റെ സ്ട്രെങ്ത്നെസ് വളരെ കൂടുതലാണ്. അവർ പ്രതീക്ഷിക്കുന്ന അടുത്ത് തന്നെയാണ് മാർക്കറ്റിനെ അവർ ക്ലോസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഫോക്കസ് കൂടുതൽ നിങ്ങൾ ചെയ്യേണ്ടത് ലെവൽസ് ട്രേഡിംഗ് വഹിക്കുമ്പോൾ ബാങ്ക് നിഫ്റ്റി കുറച്ചും കൂടെ ഈസിയായിട്ട് നിങ്ങൾക്ക് ട്രേഡബിൾ ആക്ഷൻസ് കിട്ടുകയും അത് ഒരു പ്രോഫിറ്റബിൾ അല്ലെങ്കിൽ ഒരു എക്സിറ്റബിൾ രീതിയിലേക്കുള്ള ഒരു ആക്ഷനായിട്ട് മാർക്കറ്റിൽ തരാനുള്ള ചാൻസ് ബാങ്ക് നിഫ്റ്റിക്കാണ് കുറച്ചും കൂടെ കൂടുതൽ. ഇന്ന് ബാങ്ക് നിഫ്റ്റി നിങ്ങൾ നോക്കുന്ന സമയത്ത് ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് ബാങ്ക് നിഫ്റ്റി പറയുകയാണെങ്കിൽ ഒരു പ്യുവർലി പറഞ്ഞ ഒരു നോർമൽ വേരിയേഷൻ അപ്പ് ഡേ ആണ് ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചുള്ളത്. POC വന്നിരിക്കുന്ന 51,275 ഭാഗത്താണ് ബാങ്ക് നിഫ്റ്റി വന്നത്. സോ 51,275 ആണ് ബാങ്ക് നിഫ്റ്റിയിൽ POC വന്നിരിക്കുന്നത്. ആ POCക്ക് ഒരു മാറ്റമില്ല. 51,275 ഭാഗത്താണ് ബാങ്ക് നിഫ്റ്റിയുടെ POC ഉള്ളത്. നിങ്ങൾക്കൊരു കാര്യം അറിയാൻ പറ്റും. RBIയുടെ ഭാഗത്തു നിന്ന് മോണിറ്ററി പോളിസി അല്ലെങ്കിൽ CRR കട്ട് ചെയ്യാനുള്ള പ്രഷറുണ്ട്. ഒന്ന്. രണ്ടാമത് ഓപ്പൺ മാർക്കറ്റ് പർച്ചേസിൽ RBI 80,000 കോടി രൂപ മാർക്കറ്റിലേക്ക് കൊണ്ടുവരുന്നു പോകുന്ന ന്യൂസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് ബാങ്ക്സ് അടിക്കാതിരിക്കാൻ ചാൻസ് വളരെ കുറവാണ്. സോ 51,225 നമ്മളെ ബാങ്ക് നിഫ്റ്റിയുടെ ഇത്. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ 51,690 എന്നെ സംബന്ധിച്ചുള്ള ബുള്ളിഷ് റെഫറൻസ് ഞാനൊന്ന് മാറ്റി. അത് കുറച്ച് മാർക്കറ്റ് കയറുമ്പോൾ നമ്മളെ റെഫറൻസ് എന്തായാലും മാറ്റണമല്ലോ. അങ്ങനെ 51,689 ബാങ്ക് നിഫ്റ്റിയുടെ ബുള്ളിഷ് റെഫറൻസ്. ഇനി ഓർത്തുള്ള ബെയറിഷ് റെഫറൻസ് എന്ന് പറയുമ്പോൾ ഞാൻ പഴയ സെയിം ലെവൽ തന്നെയാണ്. 51,050 ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് നിങ്ങൾ നോക്കുകയാണെങ്കിൽ വ്യക്തമായിട്ട് പറഞ്ഞാൽ ഈ ഒരു ക്ലോസിംഗ് അല്ലെങ്കിൽ 50,900 ഒരു മാറ്റവും 5900 തന്നെയാണ് ഇപ്പോഴും ബാങ്ക് നിഫ്റ്റിയുടെ ബെയറിഷ് റെഫറൻസ്. അതിന് താഴെ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ബാങ്ക് നിഫ്റ്റിയിൽ ഒരു സെല്ലിംഗ് അല്ലെങ്കിൽ ഒരു പുട്ട് ഓപ്ഷൻ എടുക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കാൻ പാടുള്ളൂ. സോ ബെയറിഷ് റെഫറൻസുമായി ബുള്ളിഷ് റെഫറൻസുമായി ഇനി നമുക്ക് നോക്കേണ്ട താഴേക്ക് മാർക്കറ്റ് വന്നാൽ എങ്ങോട്ട് പോകും? 50,900 നമ്മൾ മാർക്കറ്റ് പൊട്ടുകയാണെങ്കിൽ ഫസ്റ്റ് വരുന്ന ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ 50,700 ഭാഗത്തേക്ക് 50,700 ഭാഗത്തേക്ക് വരും. 50,700 S1 എന്ന് പറയുമ്പോൾ 50,720 ഭാഗത്തേക്ക് മാർക്കറ്റ് വരെ. എത്രയാണ്? 50,720 നിഫ്റ്റി ബാങ്ക് നിഫ്റ്റിയുടെ S1. അത് നമ്മളെ പഴയ ലോയുടെ ഭാഗമാണ്. സോ അതൊന്ന് മാർക്ക് ചെയ്ത് വയ്ക്കുക. അതിന് താഴെ ബാങ്ക് നിഫ്റ്റി പൊട്ടുകയാണെങ്കിൽ അടുത്ത വരാൻ പോകുന്ന വ്യക്തമായി പറഞ്ഞാൽ 50,516 ഭാഗത്തേക്കും ബാങ്ക് നിഫ്റ്റി വരാം. R2 ഭാഗത്തേക്ക് വരാം. S2 ഭാഗത്തേക്ക് വരാം. അതിന് താഴെ ബാങ്ക് നിഫ്റ്റി പൊട്ടുകയാണെങ്കിൽ ഓർത്തുകൊള്ളുക, ഈ ഒരു POC 21 മാർച്ചിൻ്റെ POC ആയ 50,275 ഭാഗത്തേക്ക് മാർക്കറ്റ് വരാം.
S3 എന്ന് പറയുമ്പം 50,275 ഭാഗത്തേക്ക് മാർക്കറ്റ് വരാം. 50,275 ഭാഗത്തേക്ക് മാർക്കറ്റ് വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. ഇനി നമുക്ക് നോക്കേണ്ടത് ബാങ്ക് നിഫ്റ്റിക്ക് മുകളിലുണ്ട്. 690ക്ക് മുകളിൽ സസ്റ്റെയിൻ ചെയ്യാൻ എങ്ങോട്ട് പോകണം നോക്കണം. 690ക്ക് മുകളിൽ സസ്റ്റെയിൻ ചെയ്യുമെങ്കിൽ ഫസ്റ്റ് പോകുന്ന ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ 51,857 51,857 ഭാഗത്തേക്ക് പോയി. ഇതാണ് എന്നെ സംബന്ധിച്ചുള്ള R1. അത് വ്യക്തമായിട്ട് ഞാൻ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന് മുകളിൽ R2 എന്ന് പറയുന്നത് 52,070 അതാണ് R2. അതിന് മുകളിൽ മാർക്കറ്റ് പോവുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി വീണ്ടും ഒരു സർപ്രൈസിങ് ബുള്ളിഷ് മൊമെൻറ്റം തരാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് ഈ POC ആയ 52,426 ഭാഗത്തേക്കും പോകാനുള്ള ചാൻസ് കൂടുതലാണ്. ചുരുക്കി പറഞ്ഞാൽ 52,070 മുകളിൽ നിൽക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് ദർ ഇസ് നോ റെസിസ്റ്റൻസ് സ്റ്റിൽ 52,426 ഭാഗത്തേക്കും പോകാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. ഇതാണ് നമ്മുടെ മാർക്കറ്റ് പ്രൊഫൈൽ പ്രകാരമുള്ള ലെവൽസ്. നിങ്ങൾ വ്യക്തമായി ബെയറിഷും ബുള്ളിഷ് റെഫറൻസും വാച്ച് ചെയ്യുക. ഇതേപോലെയുള്ള ഗ്യാപ്പ് ഡൗൺ അല്ലെങ്കിൽ ഗ്യാപ്പ് അപ്പ് ദിവസങ്ങളിൽ നിങ്ങളെ റോങ് ട്രേഡ് ചെയ്യുന്നതിൽ നിന്നും ഈ റെഫറൻസ് നിങ്ങളെ സഹായിക്കുന്നതാണ്. അപ്പോൾ അത് വ്യക്തമായ ലെവൽ മാർക്ക് ചെയ്യുക, നിങ്ങൾ ട്രേഡ് ചെയ്യുക. പിന്നെ വേറൊരു സന്തോഷമായ ഒരു കാര്യം അറിയിക്കാനുണ്ട്. നമ്മൾ ഡെസ്റ്റിനേഷൻ ട്രേഡിംഗ് നമ്മൾ മെയ് 16, 17 ദിവസങ്ങളിൽ തിരുവനന്തപുരത്ത് വെച്ച് നടത്തുന്നതാണ്. സോ മെയ് 16 ട്രേഡിംഗ് ഡേയും മെയ് 17 നമ്മുടെ ട്രേഡ് സെറ്റപ്പിനെ കുറിച്ചും പിന്നെ സൈക്കോളജിയും ബാക്കി ട്രേഡിംഗ് റിലേറ്റഡുള്ള ഒരു ക്ലാസ്സും ഉണ്ട്. ആ ഒരു ക്ലാസ് എടുക്കുക. ട്രേഡ് സൈക്കോളജി അല്ലെങ്കിൽ ട്രേഡ്സിനെ കുറിച്ചും പുതിയ റീസൺ ആയിട്ടുള്ള മാർക്കറ്റിനെ കുറിച്ചുള്ള ചേഞ്ചിനെ കുറിച്ചൊക്കെ ക്ലാസ് എടുക്കാൻ പോകുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ട്രേഡർ ഒരാളായ ഷിജിമോൻ ആനഡിയാണ്. സോ ഈ ഇതിലാകപ്പെടാൻ നമ്മുടെ മാക്സിമം നമ്പർ ഓഫ് പാർട്ടിസിപ്പൻസ് നമ്മൾ ഉൾക്കൊള്ളിക്കാൻ പോകുന്നത് 50 പേരെ മാത്രമാണ്. നിങ്ങൾക്ക് ഡെസ്റ്റിനേഷൻ ട്രേഡിംഗ് താല്പര്യമുണ്ടെങ്കിൽ മെയ് 16, 17 നിങ്ങളുടെ കലണ്ടറിൽ അതിനെ മാർക്ക് ചെയ്ത് വെച്ചേക്കുക. ഉള്ളി ലിമിറ്റഡ് സീറ്റ് മാത്രമേ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. കാരണം ട്രേഡിങ്ങും പിറ്റേ ദിവസം ഇത് ഉള്ളതുകൊണ്ട് നമുക്ക് മാക്സിമം നമ്പർ ഓഫ് ക്രൗഡ് കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു സിസ്റ്റത്തിന് ഡിസ്റ്റർബഡ് ആയി പോകും. അതുകൊണ്ട് ഉള്ളി 50 സീറ്റ് മാത്രമേ അവൈലബിൾ ഉള്ളൂ. ഷിജിമോ ആനഡിയിൽ പങ്കെടുക്കുന്ന ഒരു ക്ലാസ്സിൽ പങ്കെടുക്കാൻ വേണ്ടി ശ്രമിക്കുക. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ സൈൻ ഓഫ് ചെയ്യുന്നു. നിങ്ങളുടെ സ്വന്തം വിഷ്ണുഗുപ്തൻ. ചാനൽ കാണുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആൻഡ് ടേക്ക് കെയർ.